അതാരുടെ മാർക്കാ? ഇനി നമ്മൾ എത്ര പേരുണ്ടെന്ന് ഞാൻ കാണിക്കാം. ഇത് വാപ്പിച്ച് കാണിച്ചു. ഇത് ഞാന് എന്നെ അറിയാല്ലായിരിക്കും. ഇത് മച്ചി മേഖലയിൽ ഇരിപ്പുണ്ട്. അയാൾ താണ്ടേ അത് കണ്ടില്ലേ? വെക്കേഷനൊക്കെ തുടങ്ങിയല്ലേ? വെക്കേഷനൊക്കെ തുടങ്ങി. നമ്മള് ഫസ്റ്റ് ആദ്യം ഇവിടെ പോകുന്നു ബീച്ചില്. ഇനി എല്ലാ ദിവസവും അടിപൊളി വീഡിയോസ് ഒക്കെ വരും ഞങ്ങളുടെ. ഞങ്ങള് ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ ഒക്കെ വരും. നമ്മള് മൂന്നാർ പോവും. മതി എല്ലായിടത്തും അങ്ങനെ എല്ലാം വരും. വീഡിയോസ് ഒക്കെ ഇനി ഇഷ്ടംപോലെ വരും. എല്ലാരും വീഡിയോ ഒക്കെ കയറി അപ്പൊ നമ്മളിതേ പാർക്കിലെത്താൻ പോണേ. ഓക്കെ നോക്കാം. നമുക്ക് പാർക്ക് നോക്കാം. ഓക്കെ ബീച്ചിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട. ഇതാണ് ബീച്ചിന്റെ പണിയല്ല, ബീച്ചിന്റെ പണിയല്ല, സോറി, ബൈപ്പാസിന്റെ പണി നടക്കുവാണേ. അതുകൊണ്ട് നല്ല തിരക്കാണ്. നീ പറഞ്ഞ എന്താന്ന് വെച്ചാ നമ്മള് പാർക്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ. മറന്നോ? ഇനി എന്തുവാ പറയണ്ടേ? ഇനി എന്താ പറയണ്ടേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും. നമ്മൾ വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ട്? അപ്പം നമ്മുടെ എന്തൊക്കെ പഠിച്ച് അതും കൂടെ പഠിക്കണം. ഇനി അവിടെ പോകുമ്പോൾ മറന്നു പോകും. എവിടെ പോകുമ്പോഴ്? ഫസ്റ്റ് എത്ര സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നതെന്ന് പറ. ഞാനിനി UKG-യിലാണ്. ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകാൻ പോകുക. അത് ഇത് അയാന്റെ ലൈറ്റ്സ് ഒക്കെ കാണിച്ചു. ഇതാണ് വിജയ് പാർക്ക്. വിജയ് പാർക്കില് ഏതാണ്ട് സമയം കഴിഞ്ഞിരിക്കുവാണ്. കയറ്റുമോന്നൊന്നും അറിയത്തില്ല. നോക്കാം അല്ലേ? കണ്ടോ? കേട്ടത്തില്ല. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇറങ്ങാം. അഭ്യാസം ഒന്നും കാണിക്കാൻ പണിയൊക്കെ നടക്കുന്നുണ്ട്. അലമ്പായിട്ട് കിടക്കും അല്ലേ? ഭയങ്കര അലമ്പായി കിടക്കും ഇപ്പം. നോക്കി ഗൈസ്, നമ്മള് ശശിയായി. അവിടെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മളെ കയറ്റിയില്ല അല്ലേ? അല്ലേ? അയിമ ബാക്കിലോട്ട് കയറേ. വലിച്ച് പൊളിക്കാതെ ഡോറ്. അപ്പൊ ഗൈസ്, നമ്മൾ ശശിയായി പോയി. അവിടെ പണി നടക്കുന്നോണ്ട് റൈഡ്സ് ഒന്നും ഇല്ല. വേറൊരു പാർക്ക് അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അപ്പൊ ജസ്റ്റ് അവിടെ പറയാൻ പോയി. പിന്നെന്തുവാ? റെസ്റ്റോറന്റ് അങ്ങനെ നോക്കാം. എന്താന്ന് കണ്ടിട്ടില്ലല്ലോ. അപ്പം നോക്കാന്ന് പറഞ്ഞു. നോക്കാം. അതും ഇല്ലെങ്കിൽ നമ്മൾ അതും ഇല്ലെങ്കിൽ നമ്മള് അതാ ഇല്ലെങ്കിൽ നമ്മുടെ
ശശിയായി പോകും. ശശി എന്നെ മിണ്ടാത്ത മതി എനിക്ക് വയ്യ. അപ്പൊ നമുക്ക് അടുത്ത പാർക്കിൽ നിന്ന് 200 രൂപക്കായിട്ട് ഞാൻ പാർക്കിൽ വന്നത്. പെരുന്നാപ്പൊടി കിട്ടിയ കാശാണ് ഇവിടെ. പെരുന്നാപ്പുളി കിട്ടി. നമ്മുടെ പെരുന്നാപ്പൊടി ഞാൻ കുടിക്കിലിട്ടോ. ഞാൻ ഏകദേശം എത്ര രൂപ കിട്ടി പെരുന്നാപ്പൊടി എന്ന് പറഞ്ഞേ? അറിയില്ലേ? എനിക്കറിയാം. പറ. എനിക്ക് 1000 കിട്ടി. 1100. സെയിം തന്നെ ആയിമാക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. 250 വെച്ചാ 1000 കിട്ടിയിട്ടില്ല. രണ്ടുപേരും കൂടെ രാവിലെ എണീറ്റപ്പോ ഇങ്ങനെ കഴിക്കാം. ഞാൻ സൈറ്റിൽ പോയി. അയാൾ ഇന്ന് വാപ്പിച്ചിയുടെ കൂടെ സൈറ്റിലൊക്കെ പോയി. നാളെ ആരാ പോകാൻ പോന്നെ? നീയാണോ പോന്നെ? അതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകും അല്ലേ? കൊണ്ടുപോകും. ഒരു സുഖമില്ല. നോക്കാം, അറിയില്ല. റെസ്റ്റോറന്റ് ആണോ? പാടിക്കും. അടിപൊളി പാട്ടൊക്കെ ഉണ്ട് കേട്ടാ. അപ്പതേ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നോക്കാം. ഒരുമിച്ചിട്ടിട്ട് നടന്നു വരാം. ഗൈസ്, ഇവിടെയും പെട്ടെന്ന് തോന്നുന്നു ഗൈസ്, പാർക്കിംഗ് ഇല്ല. അവിടെ നോക്കൂ, അവിടെ ബൈക്കല്ലേ അഡ്ജസ്റ്റ്. അത് ഈ സ്കൂട്ടർ മാറ്റുവാണെങ്കിൽ ഇങ്ങോട്ട് കയറ്റാം. അവിടെ ഇതുണ്ട്, മോനാണെങ്കിൽ 100 വട്ടം ഇരുന്നു. നമ്മൾ എത്തിയിട്ടുണ്ട്. ഫൈനടിക്കോ? ചിലപ്പോ ഫൈൻ അടിക്കും. അവിടെ സ്ഥലമില്ലല്ലേ? നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് വരാം, എന്നിട്ട് കാണിക്കാം. അത് വണ്ടി ഇറക്കുവാ, വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ പാർക്ക് ചെയ്തു. ഐമാ ആള് സീനാണ്. വേണ്ട, മതി. ഇതാണ് പാർക്ക്. കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി. നല്ല സുന്ദരിയായിട്ട് വന്നേലായിരുന്നു. ആർക്കെനിക്കോ? നിനക്കോ? വാപ്പി എവിടെ പോയതാ? കാറ് ലോക്ക് ചെയ്യാൻ പോയി അല്ലേ? അതിനുവേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം, അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കുറച്ച് ദിവസമായും തോന്നി തുടങ്ങിയിട്ട്, നമ്മളിതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ പുല്ലൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന അവിടെ നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ ഷവർമ, പിന്നെ ബ്രോസ്റ്റഡ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ്. അതിനിടയ്ക്ക് അയിമ ഒരു കുഞ്ഞ് ഓടി അവളുടെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ. അങ്ങനെ കുറച്ച് നേരം അവൾ അതൊക്കെ കളിപ്പിച്ചുകൊണ്ട് ഇരുന്നു. പിന്നെന്താ, കടകളൊക്കെ ഒരുപാടുണ്ട്.
പോയാൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കാം, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ്. പിന്നെ ഇരിക്കാനുള്ള ഏരിയാസ് ഉണ്ട്, പിന്നെ കുറച്ചധികം നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ്സ് ഉണ്ട് നന്നായിട്ട്. ബീച്ചിൻ്റെ തൊട്ട് ഇതായിട്ടായതുകൊണ്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ബീച്ചിൻ്റെ. പിന്നെ ഇതേപോലെ കുട്ടി കുട്ടി ഗെയിംസ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതൊന്നുമല്ല, എന്നാലും ബോറടിക്കാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ ഒരു കാള പോലത്തെ സാധനമൊക്കെ ഉണ്ട്, അതിനകത്ത് കയറി 2 മിനിറ്റൊക്കെ അതിൻ്റെ പുറത്തിരുന്ന് വീഴാതിരുന്നാൽ 500 റുപ്പീസ് ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചേട്ടനൊക്കെ കയറി അതിൽ നിന്ന് പ്രൈസൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ അതേ ഞങ്ങൾ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് പിന്നെ അയിമയുടെ ഒരു റീലും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഇനി ഉള്ള ദിവസങ്ങളിൽ പുറത്ത് ട്രിപ്പൊക്കെ പോകണമെന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പം ഇനി വീഡിയോസൊക്കെ ഞങ്ങൾ ഇടാമെന്ന് വിചാരിക്കുന്നു. മുടങ്ങാതെ ഇനി വീഡിയോസൊക്കെ ഇടും. അപ്പം വീഡിയോസൊക്കെ എല്ലാവരും കയറി കാണണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ കുറച്ച് ജിമ്മിലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു ഹട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രീ ഹട്ട് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിന് ടൈമൊക്കെ കയറി നോക്കി അങ്ങനെ ഡാൻസൊക്കെ ഇടുന്നത്. അങ്ങനെ എന്തായാലും പിന്നെ അടിയിലേക്ക് അങ്ങ് മാറുമായിരുന്നു. കാരണം അയിമാക്ക് ബ്രോസ്റ്റഡ് വേണം, അയാന് ഷവർമ വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് 2 പേരും വഴക്ക് തുടങ്ങി. പിന്നെ അയിമ വഴക്കിട്ടാൽ പിന്നെ കരയാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നമുക്ക് അവിടെ എവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളിതേ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. 2 പേരും ബഹളമായി തുടങ്ങി. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല അവിടുന്ന് കേട്ടോ. പിന്നെ മെയിനായിട്ട് എനിക്ക് മടിയാണ്, നല്ലതായിരിക്കും എന്നുള്ളൊരു ഇതാണ് ഷവർമ ഒക്കെ. അതുകൊണ്ടാണ് മെയിനായിട്ട് അവിടുന്ന് വാങ്ങിക്കാഞ്ഞത്. അങ്ങനത്തെ എന്തായാലും വഴക്കൊക്കെ ഇട്ടതേ കരഞ്ഞു കൂവിയൊക്കെ നിൽക്കുക. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇറങ്ങി. അയിമ കരഞ്ഞു കൂവി, അയാനും അയിമയും കൂടെ അടിപൊളി അടിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓടി വന്ന് വണ്ടിയിൽ കയറുമായിരുന്നു. ഇനിയിപ്പോൾ ഒരാൾക്ക് KFC വേണം, ഒരാൾക്ക് ഷവർമ വേണം, ഒരാൾക്ക് പലതും വേണം. അത് കാരണം ഞങ്ങളൊന്നും അവിടുന്ന് വാങ്ങിച്ചില്ല അല്ലേ. ഇപ്പൊ ഷവർമ വെച്ചു കൊടുക്കുമോ? വേണ്ടല്ലോ. അപ്പം നാളെ ഇനി അയിമ കൂടെ പോകുന്നോണ്ട് നാളെ വാങ്ങിച്ചു കൊടുക്കാം. KFC. ഇനിയിപ്പോ വാപ്പാടെ റിസൾട്ട് വാങ്ങണം, പിന്നെ സാധനം വാങ്ങിക്കണം. അപ്പം നമുക്ക് പോവാം അല്ലേ. ഇത്ര ഇച്ചിരി കൂടെ ഇല്ലേ? ഇത്ര ഉള്ളല്ലേ ഇന്നത്തെ വീഡിയോ. ഓ ഇനി വീടെത്തിയ സമയമൊക്കെ പോവും. പിന്നെ പറഞ്ഞേക്ക്. അപ്പൊ ഇനിയിപ്പോ നമ്മളിത് റിസൾട്ടും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിനി എങ്ങോട്ട് പോവും? വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണ് എല്ലാരും ലൈക്ക് ചെയ്യണം. എന്താണ് പോയതൊക്കെ ഫുള്ള് നഷ്ടമായിരുന്ന പിള്ളേര് പറയുന്നത്. എനിക്ക് ഈ പാർക്കിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അയാന് ഇവിടെ പോകണ്ടെന്നായിരുന്നു, പക്ഷെ നടന്നത് ഇതായിരുന്നു. അതുകൊണ്ട് 2 പേർക്കും എന്നോട് ദേഷ്യം. അത് നോക്കി കണ്ട ദേഷ്യം ഇരിക്കുന്നതാണ്, ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്